ഒന്ന് PSCയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ ഗുരുതരമാണ് എന്ന് സമൂഹങ്ങളും മാധ്യമങ്ങളും വളരെ കാലമായി പറയുന്ന കാര്യമാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ PSCയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം അതിനെല്ലാം ഒത്താശ ചെയ്യുന്ന സമീപനമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ സമീപനം ഒരിക്കലും തുറന്നു കൊണ്ടുപോകാൻ അനുവദിക്കുന്നതല്ല. ഒരു മാറ്റമുണ്ടാകുമ്പോൾ ഗവൺമെൻറ് സമൂഹം വിചാരിച്ചത് പുതിയ ഗവൺമെൻറ് വന്നു ഈ PSC ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളിലും ശാശ്വതമായ പരിഹാരം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ജനങ്ങൾക്കുണ്ടായിരുന്നത്, യുവാക്കൾക്കുണ്ടായിരുന്നത്. പക്ഷേ മുൻകാലത്ത് ഭരിച്ചിരുന്ന ഭരണകൂടങ്ങളിൽപ്പെട്ട അഴിമതികളെ സംരക്ഷിക്കുന്ന നിലപാടുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമകരമായ പരിശ്രമമാണ് കേരളത്തിലെ പുതിയ ഗവൺമെൻറ്റും നടപ്പിലാക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ വലിയ സമരങ്ങളുമായിട്ട് യുവമോർച്ച മുന്നോട്ട് പോകുന്നത്. ഇത് LDFനെ സഹായിക്കുക എന്നുള്ള, CPMനെ സഹായിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനും UDFും ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നുള്ളൊരു ആവശ്യം കേരള സർക്കാർ മുന്നോട്ട് വയ്ക്കണമെന്ന് പലതവണ കേരളത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ്. ആ ആവശ്യങ്ങളോട് ഒരു തരത്തിലുമുള്ള ഒരു അനുഭാവപൂർണ്ണമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ശക്തമായ പ്രക്ഷോഭം ഇതുമായി ബന്ധപ്പെട്ട് യുവമോർച്ചയുടെ ഭാഗത്തുനിന്നുണ്ടാകും. PSC ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്നു. ഇന്നും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ ലിസ്റ്റിൽ ഇടം നേടിയിട്ടും തെരുവിൽ സമരം ചെയ്യുന്ന യുവാക്കളെ, വിദ്യാർത്ഥികളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണം. കേരളത്തിലെ യുവാക്കളെ LDF ഗവൺമെൻറ്, ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സർക്കാർ വഞ്ചിച്ചിരുന്നു. ആ വഞ്ചന ഞങ്ങളും തുടരും എന്നുള്ള ഒരു യുദ്ധപ്രഖ്യാപനം യുവാക്കളോട് നടത്തിയിരിക്കുകയാണ് കേരളത്തിലെ UDF ഗവൺമെൻറ് എന്നുള്ളതാണ് യുവമോർച്ചയ്ക്ക് ഇതിൽ സൂചിപ്പിക്കുന്നത്. അല്ല, തീർച്ചയായും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് വിവിധ തരത്തിലുള്ള വിഷയങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടുള്ള സംഭവമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇന്നിപ്പോൾ പുറത്തു വന്നു, രാവിലെ തന്നെ പരീക്ഷാ ഹാളിലേക്ക് എത്തി പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറായിരുന്ന വിദ്യാർത്ഥികളുടെ കൈകളിലേക്ക് രണ്ടാമത് നടത്തേണ്ട പരീക്ഷയുടെ ചോദ്യക്കടലാസ് എത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നേരത്തെ തന്നെ ചോർത്തുന്ന സംവിധാനം അതിനുള്ളിൽ നിന്ന് പോയി എന്നുള്ളതാണ്. അപ്പോൾ എവിടെയൊക്കെയോ അട്ടിമറി നടത്താൻ പറ്റുമോ അവിടെയെല്ലാം അട്ടിമറി നടത്തുന്നൊരു സമീപനമാണ് സർക്കാർ, ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടുകൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം അല്ലെങ്കിൽ ഇത്രയും അന്വേഷണം പ്രഖ്യാപിച്ചു, എല്ലാ സംവിധാനങ്ങളും മുന്നോട്ട് പോകുന്നു, എന്നാൽ കാര്യക്ഷമമായി നടക്കേണ്ടതല്ലേ? ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി, ആ ക്രൈംബ്രാഞ്ച് അന്വേഷണം അവിടെ പോയി അന്വേഷണം നടത്തി പേപ്പറുകളും മറ്റു വിവരങ്ങളും ശേഖരിക്കുമ്പോൾ അതിനുവേണ്ടി കൊടുക്കാൻ ആരോപണ വിധേയനായ PSC ചെയർമാൻ ഒരു കമ്മിറ്റി നിയമിച്ചിരിക്കുകയാണ്. ആ കമ്മിറ്റി ആലോചിച്ചതിന് ശേഷം ഇവർക്ക് അന്വേഷിക്കേണ്ട കാര്യങ്ങൾ കൊടുക്കുമെന്ന് പറയുന്നു. അതിൽ ഏതൊരുവിധ അസ്വാഭാവികതയും കേരളത്തിലെ ഗവൺമെൻറ്റിന് തോന്നുന്നില്ല, മന്ത്രിക്ക് തോന്നുന്നില്ല, മുഖ്യമന്ത്രിക്ക് തോന്നുന്നില്ല. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന അവസ്ഥ ഉള്ളപ്പോൾ പോലും അതിലൊരു അസ്വാഭാവികതയും കേരളത്തിലെ മന്ത്രിമാർക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും തോന്നുന്നില്ല എന്നുള്ളത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം ആരോപണ വിധേയൻ PSCയുടെ ചെയർമാനാണ്. ക്രമക്കേട് നടത്തിയിരിക്കുന്നത് PSCയുടെ ചെയർമാൻ ഉൾപ്പെടുന്ന ആളുകളാണ്. അവിടെ പാർട്ടിയുടെ വലിയ തോതിലുള്ള പിൻവാതിൽ ഇടപെടലുകൾ മുൻ ഗവൺമെൻറ് കാലത്ത് ഉണ്ടായി എന്നുള്ളതാണ് ആരോപണം. പാർട്ടി നേതാക്കളുടെ മക്കൾക്കും പാർട്ടി പ്രവർത്തകരുടെ മക്കൾക്കുമെല്ലാം KS പരീക്ഷയിൽ പോലും ഇടം തെറ്റിയിട്ടുണ്ട് എന്നുള്ള ഓരോ വിവരങ്ങൾ ദൈനംദിനം ഞങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും ഒരു അന്വേഷണം നടത്തുന്നില്ല എന്ന് മാത്രമല്ല, പ്രഖ്യാപിച്ച അന്വേഷണത്തിൽ വിവരങ്ങൾ നൽകുന്നതാരാണ്? അന്വേഷണം ആർക്കെതിരെയാണോ നടത്താൻ നിൽക്കുന്നത് അദ്ദേഹം തീരുമാനിച്ച കമ്മിറ്റി വിവരങ്ങൾ നൽകുമെന്നുള്ളതാണ്. ഇനി PSCയുടെ വിശ്വാസ്യത നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്നാണ് ഇവർ പല ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ എന്താ അവസ്ഥ? PSCയുടെ വിശ്വാസ്യത നിലനിർത്തണമെങ്കിൽ അവിടുത്തെ ചില വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചു. അത് കൊടുക്കണമെന്ന് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു. പക്ഷേ അത് കൊടുക്കാൻ പറ്റില്ല എന്ന് PSC തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് കള്ളക്കളി നടക്കുന്നത്? ഇത് അന്വേഷണം കണ്ണിൽ പൊടിയിടൽ. ഇത് ഇരു കൂട്ടരും ഒരുമിച്ചറിഞ്ഞുകൊണ്ട് നടക്കുന്നു. യുവാക്കൾ തെരുവിലാണ്, യുവാക്കൾ ആശങ്കയിലാണ്. അവർ PSCയെ ആശ്രയിച്ച് ജീവിക്കുന്ന യുവാക്കളുടെ വയറ്റത്തടിക്കുന്ന, അവരുടെ ഭാവി നശിപ്പിക്കുന്ന ഒരു നടപടിയിലേക്കാണ് ഒരു ഭരണകൂടം പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ യുവമോർച്ചയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ പത്രസമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനുള്ളത്, യുവമോർച്ചയുടെ നേതൃത്വത്തിൽ തുടക്കത്തിൽ തന്നെ ഇതിലെ വലിയ സമരങ്ങൾ നടന്നു. അന്ന് ഞങ്ങൾ ഈ സമരരംഗത്ത് വരുന്ന സമയത്ത് ചുരുക്കം ചില വാർത്തകൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതൊരു ചെറിയ വിഷയമല്ല. കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന യുവാക്കളെ ഭാവി തകർക്കുന്നൊരു വലിയ വിഷയമാണ് എന്ന് നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന ഓരോ വാർത്തകളും നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് കേരളത്തിലെ ഓരോ പ്രദേശത്തും അഴിമതി നടന്നിരിക്കുന്നു.
ഓരോ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് പരീക്ഷകളിൽ പോലും അഴിമതി നടന്നിരിക്കുന്നു. പല സ്ഥലത്തും പരീക്ഷകൾ നടത്തി ലിസ്റ്റുകൾ പ്രഖ്യാപിച്ചിട്ടും താൽക്കാലിക ജീവനക്കാരെ വച്ച് ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. വേക്കൻസികൾ ഉണ്ടായിട്ടും അത് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമില്ല. PSC ഉദ്യോഗാർത്ഥികളോട്, PSC പരീക്ഷ എഴുതിയിരിക്കുന്ന കുട്ടികളോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശങ്കകൾ ചെറിയ കാര്യമല്ല. PSC പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ട് അവർ 6 മാസം കാത്തിരിക്കണം. PSC പരീക്ഷ എഴുതിയതിനു ശേഷം ആ പരീക്ഷയുടെ ലിസ്റ്റിൽ ഇടം നേടുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ റിസൾട്ട് പുറത്തു വരുന്നതിന് വീണ്ടും ഒരു 6 മാസം കാത്തിരിക്കണം. റിസൾട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ ആ റിസൾട്ടിൽ നിന്ന് ആളുകളെ എടുക്കുന്നതിന് വേണ്ടിയിട്ട്, ആരെയൊക്കെയാണ് എടുക്കാൻ പോകുന്നത് എന്ന നിലയിലേക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഏകദേശം 6 മാസം കാത്തിരിക്കണം. അതായത് 1.5 വർഷം ഒരു പരീക്ഷയുടെ പ്രൊസീജിയർ മാത്രം നടക്കുന്നുണ്ട്. 1.5 വർഷം കഴിഞ്ഞാലാണ് ലിസ്റ്റിലൊരു അന്തിമ തീരുമാനമാവുക. ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ഉത്തരവാദിത്തമാണ് ഏതൊക്കെ സ്ഥലത്ത് വേക്കൻസി ഉണ്ട് അവിടെ പോകണം, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ വേക്കൻസി ഉണ്ട് അവിടെ കയറി ഇറങ്ങണം, അവിടെ പോയിട്ട് വിവരാവകാശങ്ങൾ കൊടുക്കണം. കണ്ണിൽ എണ്ണ ഒഴിച്ച് അവർ കാത്തിരുന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വേക്കൻസികൾ കൊണ്ടുവന്ന് അവരുടെ തൊഴിൽ ഉറപ്പാക്കേണ്ട ഒരു സാഹചര്യമാണ് PSC എന്ന് പറയുന്ന വലിയ സംവിധാനം കേരളത്തിലെ ഉദ്യോഗാർത്ഥികളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചറുകളുടെ വലിയ സാധ്യതകൾ വളർന്നു വരുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് വലിയ തോതിൽ വാതോതിൽ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇടതടവില്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഗവേണൻസിനെ കുറിച്ച്, ഭരണ മികവിനെ കുറിച്ച് ഒക്കെ വാതോരാതെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ ഇത്തരം സംവിധാനങ്ങളെല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇത്തരം ദുർവിധികൾ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഉണ്ടാകുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഏതെങ്കിലും ഒരു വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പുറത്ത് വിവരം കൊടുക്കാതെ പിൻവാതിലിലൂടെ സ്വന്തക്കാരെ തിരികെ കയറ്റുന്നു. തങ്ങൾ നടത്തുന്ന പരീക്ഷയുടെ വിവരങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിവരാവകാശ നിയമപ്രകാരം കൊടുക്കണമെന്ന് നിൽക്കെ അത് കൊടുക്കാൻ പറ്റില്ല എന്ന് PSC തീരുമാനിക്കുന്നു. വിവരാവകാശ കമ്മീഷൻ പറയുന്നു ആ വിവരങ്ങൾ നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് കൊടുക്കണം. PSC പറയുന്നു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എത്രമാത്രം കള്ളമാണ് അതിൽ നടന്നിരിക്കുന്നത്? ആ വിവരങ്ങൾ പുറത്തു കൊടുത്താൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആ വിവരങ്ങളുടെ പിന്നിൽ എന്തൊക്കെ ദുരൂഹതകളാണ് ഒളിഞ്ഞിരിക്കുന്നത്? അതിനർത്ഥം തങ്ങളുടെ ഇഷ്ടക്കാരെയും സ്വന്തക്കാരെയും ക്രമവിരുദ്ധമായി, നടപടികൾക്ക് വിരുദ്ധമായി ഇതിനുള്ളിൽ തിരികെ കയറ്റി എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അപ്പോൾ ഇത്തരത്തിലെല്ലാ ക്രമക്കേടും നടത്തിയ PSCയുടെ ചെയർമാൻ, ആ ചെയർമാൻ ഇന്നും PSCയുടെ ചെയർമാനായിട്ടിരിക്കുന്നു. അതിനുള്ളിൽ എല്ലാ തരത്തിലുമുള്ള ക്രമക്കേടുകൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുള്ളിൽ ഇരുന്ന് തെളിവ് നശിപ്പിക്കാനുള്ള പ്രവർത്തനം നടത്തുന്നു. ഇതിൽ LDFന്റെ ഗവൺമെന്റിന്റെ സമയത്ത് UDFന്റെയും ആളുകൾ പങ്കുപറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ. അതായത് LDFന്റെ കാലഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങലിന്റെ ഭാഗമായിട്ട് LDFന്റെ, പ്രത്യേകിച്ച് CPMന്റെ നേതാക്കളുടെ മക്കളെ മാത്രമല്ല, അവരുടെ വേണ്ടപ്പെട്ടവരെ മാത്രമല്ല, ചില കോൺഗ്രസ്സുകാരുടെയും ആളുകളെയൊക്കെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരാൻ പോകുന്ന വാർത്തകൾ നിങ്ങളോടിപ്പോൾ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കേരളത്തിൽ അഴിമതി നടത്തി കേരളത്തിലെ യുവാക്കളെ വഞ്ചിച്ച് ഇവർ മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ അന്വേഷണം കാര്യക്ഷമമായി നടത്താൻ കേരളത്തിലെ ഗവൺമെൻറ് തയ്യാറാകാതിരിക്കുന്നത്. വലിയ രോഷം ഉയർന്നു വന്നപ്പോൾ ഒരു SIT അന്വേഷണം പ്രഖ്യാപിച്ചു. SITയുടെ അവസ്ഥ എന്താണ്? PSC ഓഫീസിൻ്റെ ഗേറ്റിന് മുന്നിൽ ചെന്ന് കുമ്പിട്ട് നിൽക്കുകയാണ്. അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ തരണം. ആരോട്? ഈ അന്വേഷണത്തിൽ പ്രതി ചേർക്കപ്പെടേണ്ട, കളവ് നടത്തിയ PSCയുടെ ചെയർമാൻ്റെ മുന്നിൽ ചെന്ന് കുമ്പിട്ട് നിൽക്കുന്നു. നിങ്ങൾക്കെതിരെയുള്ള തെളിവുകൾ നിങ്ങൾ ഞങ്ങൾക്ക് തരണം, എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റൂ എന്നുള്ളത്. ഈ ഗതി കേരളത്തിലെ യുവാക്കൾക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. അവരെ കൊണ്ട് ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ യുവമോർച്ചയ്ക്ക് സാധ്യമല്ല. അതുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ യുവമോർച്ച കഴിഞ്ഞ കുറച്ച് ദിവസമായി നടത്തുന്നു. ഇന്ന് പെൺകുട്ടികളുടെ നേതൃത്വത്തിൽ അവർ PSCയുടെ ആസ്ഥാനത്ത് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് അറിയണമെന്ന് PSC ആസ്ഥാനത്തേക്കൊന്ന് പോയി. അവരുടെ കയ്യിൽ ബ്ലൈഡുകൾ ഉണ്ടായിരുന്നില്ല, ബോംബുകൾ ഉണ്ടായിരുന്നില്ല, കത്തികൾ ഉണ്ടായിരുന്നില്ല. കയ്യിലുണ്ടായിരുന്നത് PSCയിൽ നിന്ന് ഇപ്പോൾ നടക്കുന്ന വിവരങ്ങളെക്കുറിച്ച് അറിയണം എന്ന ഒരാവശ്യവുമായി യുവമോർച്ചയുടെ പെൺകുട്ടികൾ ഇന്ന് PSC ആസ്ഥാനത്തേക്ക് പോയി. പക്ഷെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടി എന്താണ്? ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി എന്താണ്? അവരുടെ ആവശ്യം എന്താണെന്ന് പോലും ചോദിക്കാതെ തെരുവിലൂടെ വലിച്ചിഴച്ച് നടുറോട്ടിലിട്ട് ചവിട്ടി അവരെ അറസ്റ്റ് ചെയ്ത് ഇന്ന് യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് മെഡിക്കൽ കോളേജിലാണ്. തിരുവനന്തപുരത്തുള്ള യുവമോർച്ചയുടെ ജില്ലാ നേതാവ് രമ്യ ഇന്ന് ആശുപത്രിയിലാണ്. കാല് ഒടിഞ്ഞു കിടക്കുകയാണ്. എന്താ അവസ്ഥ? അവരുടെ കയ്യിൽ ബ്ലൈഡ് ഉണ്ടായിരുന്നില്ല, കത്തി ഉണ്ടായിരുന്നില്ല, യാതൊരുവിധ ആക്രമണങ്ങളും ഉണ്ടായിരുന്നില്ല. PSC ആസ്ഥാനത്ത് ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന വിഷയങ്ങൾ എന്താണ്? അവിടെ പോയി ഒന്ന് അന്വേഷിക്കണം, അവിടുത്തെ ഉദ്യോഗസ്ഥരോട് ചോദിക്കണം എന്ന നിലയിൽ മാന്യമായി അർഹതപ്പെട്ട് അതിനുള്ളിലേക്ക് കയറിപ്പോകുമ്പോൾ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന സാഹചര്യമാണ്. കേവലം ഒരു പ്രതിരോധമല്ല, ആക്രമണമാണ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായത്. നമ്മുടെ സംസ്ഥാന സെക്രട്ടറി അദീന ഭാരതി, അതുപോലെ തന്നെ ശ്രുതി പോയിലൂർ, രമ്യ തുടങ്ങി നമ്മുടെ ഭാരവാഹികൾക്ക് നേരെയുള്ള ഈ അതിക്രമത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഇതിനെ തുടർന്ന് യുവമോർച്ച നടത്തുന്ന സമരങ്ങൾക്ക് നേരെ കേരളത്തിലെമ്പാടും
പോലീസിനെ വെച്ചുകൊണ്ട് ഈ ഭരണകൂടം നടത്തിയ എല്ലാ അതിക്രമങ്ങൾക്കും എതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഞങ്ങൾ തുടർന്നും നടത്തുക തന്നെ ചെയ്യും. കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന യുവാക്കളുടെ ആശ്രയമായ PSCയെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടും PSCയെ കളങ്കപ്പെടുത്തിയ PSC ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ അവിടെ നിന്ന് പുറത്താകുന്നതുവരെയും പിൻവാതിൽ നിയമനങ്ങൾ നടത്തി കേരളത്തിലെ PSCക്കുള്ളിൽ അനധികൃതമായി കയറിക്കൂടിയവരെ പൊതുസമക്ഷം കൊണ്ടുവരുന്നതുവരെയും യുവമോർച്ച ഈ പ്രക്ഷോഭം തുടരുക തന്നെ ചെയ്യും. അതിൻ്റെ തുടർച്ചയെന്നോണം ഈ വരുന്ന 24-ാം തീയതി കേരളത്തിലെ ഭരണകൂടം PSCയുടെ അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടും PSCയുടെ കുറ്റക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും കൂട്ടുനിൽക്കുന്നു. ഇത് ഇരു മുന്നണികളും ഒരുപോലെ ചെയ്യുന്ന കേരളത്തിലെ കളവാണ്. ഇവർ ഒരുപോലെ രണ്ടു കൂട്ടരെയും വഞ്ചിക്കുകയാണ് എന്ന് മുൻനിർത്തിക്കൊണ്ട് PSCയുടെ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ നടപ്പിലാകുന്നതിന് വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഒരു സമരം കൂടി നമ്മൾ ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ്. ആ സമരത്തിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിഷയവും നമ്മൾ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്. കേരളത്തിലെ PSC ചെയർമാൻ രാജിവെക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. 2, ഗവൺമെൻറ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം PSCയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ഇരയോടൊപ്പം നിൽക്കുകയും വേട്ടക്കാരനോടൊപ്പം ഓടുകയും ചെയ്യുന്ന സമീപനത്തിലേക്ക് കേരളത്തിലെ ഭരണകൂടം മാറിയിരിക്കുകയാണ്. ഈ ഭരണകൂടത്തിനെതിരെയുള്ള ഒരു യുവജന രോക്ഷം സംഘടിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ യുവജന രോക്ഷം ഈ സെക്രട്ടേറിയറ്റ് സമരത്തിലുണ്ടാകും. ആ സമരത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന വിഷയങ്ങൾ സമരം നടത്തണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല. അതിനു മുമ്പ് തന്നെ ഈ വിഷയങ്ങളുമായിട്ട് സഹകരിച്ച് ഗവൺമെൻറ് ഒരു യുവാക്കളോട് നീതി പുലർത്തുന്ന, കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളോടൊപ്പം നിൽക്കുന്ന നടപടികളിലേക്ക് പോകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ അന്വേഷണം ഒരു കേന്ദ്ര തലത്തിലൊരു അന്വേഷണം അനിവാര്യമാണ്. അതിനുള്ള ശുപാർശകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കേരളത്തിലെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഒക്കെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് മേനി പിടിച്ച് നടക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി VD സതീശനിൽ നിന്നുണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മദ്യമല്ല യുവാക്കൾക്ക് വേണ്ടത്. പരിഹരിക്കപ്പെടേണ്ട ഇത്തരം വിഷയങ്ങളിൽ ഒരു നടപടിയും കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. അത് ഉണ്ടാകണം എന്നുകൂടി യുവമോർച്ച ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നു.